മിനിമം 10ാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് യൂണിഫോം ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് പുതിയൊരു അവസരം ഇപ്പോൾ ഓൺലൈനായിട്ട് വിളിച്ചിട്ടുണ്ട്. വളരെ നല്ലൊരു അവസരമാണ് കേട്ടോ ഇപ്പോൾ ഓൺലൈനായിട്ട് വിളിച്ചിട്ടുള്ളത്. നമ്മുടെ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറിലേക്ക് മിനിമം 10ാം ക്ലാസ് വിജയിച്ചവരിൽ നിന്നുള്ള നോട്ടിഫിക്കേഷൻ ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട്. കംപ്ലീറ്റ് വിവരങ്ങൾ ഈ വീഡിയോ ഭാഗത്തിലൂടെ ഞാൻ പറയുന്നുണ്ട്. എങ്ങനെ അപേക്ഷിക്കണം, ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ്, എല്ലാ കാര്യങ്ങളും ഈ വീഡിയോ മുഴുവനായിട്ട് കാണുന്നതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വീഡിയോ കണ്ട് മനസ്സിലാക്കുക, അതിനുശേഷം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ യോഗ്യരായിട്ടുള്ള ഒരുപാടധികം സുഹൃത്തുക്കൾ നിങ്ങളുടെ അറിവിലുണ്ടാകും, നിങ്ങളുടെ ഫാമിലിയിലുണ്ടാകും, നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിൽ ഒരുപാടധികം പേരുണ്ടാകും. അവരിലേക്കെല്ലാം ഷെയർ ചെയ്യാം. സോ നമുക്ക് ഡീറ്റെയിൽസ് 1 by 1 ആയിട്ട് നോക്കാം. 30/10/2025 കസ്റ്റഡിയിൽ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് പറയുന്നത് 3/12/2025 വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും. 3/12/2025 വരെ യൂണിഫോം പോസ്റ്റിന് അപേക്ഷിക്കാൻ സാധിക്കും. 10ാം ക്ലാസ് ആണ് വിദ്യാഭ്യാസ യോഗ്യത. അപേക്ഷിക്കേണ്ട മെത്തേഡാണ് കേട്ടോ ഇനി പറയുന്നത്. ഈ കാണുന്ന കാറ്റഗറി നമ്പർ നിങ്ങൾ ഓർത്തിരുന്നേക്കുക. 420/2025 എന്ന ഈ ഒരു കാറ്റഗറി നമ്പർ ഓർത്തിരിക്കുക. ഈ ഒരു കാറ്റഗറി നമ്പർ ഓർത്തിരുന്നേക്കുക. അതിനുശേഷം നിങ്ങൾ കേരള PSCൻ്റെ വെബ്സൈറ്റിൽ 1 ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ PSCൻ്റെ വെബ്സൈറ്റിൽ നിങ്ങൾ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങൾ OTP വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് ചെയ്ത് നിങ്ങൾ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്താൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നൊരു സെക്ഷൻ അവിടെ നിങ്ങളുടെ പ്രൊഫൈലിൽ കാണാൻ സാധിക്കും. അതിൽ ഈ കാറ്റഗറി നമ്പർ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പ്രിസൺ ആൻഡ് കറപ്ഷണൽ സർവീസിലേക്കുള്ള അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ പോസ്റ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൽ അപ്ലൈ നൗ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അപേക്ഷിക്കാം. മൊബൈൽ ഫോണിലൂടെ തന്നെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ അതിൽ OK ബട്ടൺ പ്രസ് ആവുന്നില്ലെങ്കിൽ അത് മൗസ് ക്രൂസർ എന്ന് പറയുന്ന ആപ്പ് നിങ്ങൾക്ക് യൂസ് ചെയ്തിട്ട് അതിന് നമുക്ക് മൗസ് വേണം. മൗസ് കൊണ്ടാണ് അത് ക്ലിക്ക് ചെയ്യാൻ സാധിക്കുക. സോ അത് അങ്ങനെ ചെയ്താൽ മതി. മുമ്പ് നമ്മൾ അതിന് അപ്ലൈ ചെയ്യുന്ന വീഡിയോ ചെയ്തിട്ടുണ്ട്. തീരെ അറിയാത്തവർക്ക്, അതായത് ആദ്യമായിട്ട് PSC ഒക്കെ അപ്ലൈ ചെയ്യുന്ന രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളവർക്കാണ് ആ ഒരു കാര്യം അത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. ഇനി ഈ നോട്ടിഫിക്കേഷൻ്റെ കംപ്ലീറ്റ് വിവരങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചെക്ക് ചെയ്യാവുന്നതാണ്. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ പ്രിസണിലേക്കാണ്, പ്രിസൺ ആൻഡ് കറപ്ഷണൽ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ പോസ്റ്റിലേക്കുള്ള അപേക്ഷ ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്. 27,900 മുതൽ 63,700 വരെ ശമ്പളം ലഭിക്കുന്ന ഒരു പോസ്റ്റാണ്. കൃത്യമായിട്ട് വേക്കൻസി ഇപ്പോൾ പറഞ്ഞിട്ടില്ലെങ്കിലും അത്യാവശ്യം നല്ല വേക്കൻസി നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സ്റ്റേറ്റ് വൈഡ് ആയിട്ടാണ് കേട്ടോ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. സ്റ്റേറ്റ് വൈഡ് വേക്കൻസിയാണ്, കേരളത്തിനൊട്ടാകമുള്ള വേക്കൻസി ആണെന്ന് ശ്രദ്ധിച്ചിരിക്കുക. കേരളത്തിലുള്ള യോഗ്യതയുള്ള എല്ലാവർക്കും അപേക്ഷിക്കാൻ സാധിക്കും. മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ കേരളത്തിലുള്ള എല്ലാവർക്കും തന്നെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. 18 മുതൽ 36 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും. 18 to 36 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുമെങ്കിലും ഇതിൽ SC ST ഒക്കെ ഏജ് റിലാക്സേഷൻ ഉണ്ട്, അത് പറയാം. കൃത്യമായിട്ടുള്ള ഏജ് ആദ്യം നമുക്ക് നോക്കാം. 2/1/1989നും 1/1/2007 ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ നമ്മുടെ OBC ഉദ്യോഗാർത്ഥികൾക്ക് 3 വർഷത്തെയും SC ST ഉദ്യോഗാർത്ഥികൾക്ക് 5 വർഷത്തെയും പ്രായത്തിൽ ഇളവ് നൽകപ്പെടുന്നുണ്ട് എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക. ഇനി ഇതിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത നമുക്ക് നോക്കാം. മിനിമം നിങ്ങൾക്ക് 10ാം ക്ലാസ് മതി എന്നാണ് പറയുന്നത്. SSLC അല്ലെങ്കിൽ അതിന് തത്തുല്യമായിട്ടുള്ള യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. 10ാം ക്ലാസ് വിജയിച്ചാൽ മാത്രം മതിയെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതാണ് വിദ്യാഭ്യാസ യോഗ്യത. അതുപോലെ തന്നെ ഫിസിക്കൽ ഫിറ്റ്നസ്സിലേക്ക് കിടക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 165 സെൻറ്റിമീറ്റർ ഉയരം വേണമെന്ന് പറയുന്നുണ്ട് അപേക്ഷിക്കുന്ന പുരുഷന്മാർക്ക്. അതുപോലെ 81 സെൻറ്റിമീറ്റർ ചെസ്റ്റ് വേണം. 81.3 സെൻറ്റിമീറ്റർ ചെസ്റ്റ് വേണം. 5 സെൻറ്റിമീറ്റർ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റണം ചെസ്റ്റ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ 160 സെൻറ്റിമീറ്റർ ഹൈറ്റ് മതി എന്ന് പറയുന്നുണ്ട്. SC ST ഉദ്യോഗാർത്ഥികൾക്ക് 160 സെൻറ്റിമീറ്റർ ഹൈറ്റ് മതി എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ കണ്ടീഷൻ റിഗാർഡിംഗ് ചെസ്റ്റ് മെഷർമെൻറ്റ് വിൽ ബി ആപ്ലിക്കബിൾ ഫോർ SC ST കാൻഡിഡേറ്റ്. അത് മുകളിലുള്ളതുപോലെ തന്നെ ദി എബോ കണ്ടീഷൻസ് മുകളിലുള്ള അതേ സംഭവം തന്നെയാണ്. ചെസ്റ്റ് മെഷർമെൻറ്റിൽ മാറ്റമൊന്നുമില്ല. ഹൈറ്റ് 160 സെൻറ്റിമീറ്റർ മതിയെന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. ചെസ്റ്റ് മെഷർമെൻറ്റ് ഇത് തന്നെയാണ്, 5 സെൻറ്റിമീറ്റർ എക്സ്പാൻഷനും ഈ കാര്യങ്ങളും തന്നെയാണ്. ഐസൈറ്റ് പെർഫെക്റ്റ് ആയിരിക്കണം എന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ PSC എക്സാം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് 5 എണ്ണം നിങ്ങൾ പാസ്സാവണം. 8 ഫിസിക്കൽ ഐറ്റം ഉണ്ടാകും, അതിൽ 5 എണ്ണം നിങ്ങൾ പാസ്സാവണം. സോ ആദ്യം തന്നെ പറയാൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 100 മീറ്റർ ഓട്ടം 14 സെക്കൻഡിൽ, ഹൈ ജമ്പ് 132 സെൻറ്റിമീറ്റർ, കൃത്യമായി പറയുകയാണെങ്കിൽ 132.20 സെൻറ്റിമീറ്റർ. ഞാൻ ശരാശരി ഏകദേശം പറയുകയാണ്. ലോങ് ജമ്പ് കാണാൻ സാധിക്കും 457 സെൻറ്റിമീറ്റർ. അതുപോലെ തന്നെ പുട്ടിംഗ് ദി ഷോട്ട് വരുന്നുണ്ട്, അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും 650 സെൻറ്റിമീറ്റർ. ത്രോയിങ് ദി ക്രിക്കറ്റ് ബോൾ 6096 സെൻറ്റിമീറ്റർ. അതുപോലെ റോപ്പ് ക്ലൈമ്പിംഗ് 365 സെൻറ്റിമീറ്റർ ഉയരത്തിലേക്ക് ആ റോപ്പിൻ്റെ മുകളിലേക്ക് പിടിച്ച് കയറേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ പുള്ളപ്പ് ഓർ ചിന്നിങ് 8 തവണ എടുത്തിരിക്കണം. പിന്നെ 1500 മീറ്റർ ഓട്ടം 5 മിനിറ്റ് 44 സെക്കൻഡിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ ഇത്രയധികം ഫിസിക്കൽ ഐറ്റംസ് ആണ് നിങ്ങൾക്ക് ഇതിൽ വരുന്നതെന്ന് ശ്രദ്ധിച്ചിരിക്കുക. PSC എക്സാം കഴിഞ്ഞാലാണ് ഈ ഫിസിക്കൽ ഐറ്റംസ് വരുന്നതെന്നും കൂടി ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവർക്കും അപേക്ഷിക്കാം. PSCൻ്റെ വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത്. ആൺകുട്ടികൾക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഇതിപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ഇതുപോലെ മറ്റുള്ള നോട്ടിഫിക്കേഷനൊക്കെ വന്നിട്ടുണ്ട്, എല്ലാം കൃത്യമായിട്ട് തന്നെ ഇതുപോലെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ബാക്കിയുള്ള അപ്ഡേറ്റിനായിട്ട് പ്രോപ്പറായിട്ട് നമ്മളെ ഫോളോ ചെയ്താൽ മാത്രം മതി.